കോളേജിന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ ബാംഗ്ലൂരിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് വേറൊരു പ്രോബ്ലം, നെഗറ്റീവായിട്ട് വന്ന അവർക്ക് ട്രാപ്പ് പറ്റുന്നുണ്ട് ഇപ്പം ഏജൻസി വഴി. ഇപ്പം കൂടുതലും ബാംഗ്ലൂരിലേക്കാണ് സ്റ്റുഡൻസ് നഴ്സിംഗായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും വരുന്നൊരു ഏജൻസി തട്ടിപ്പുകളിലോട്ട് അവർ വന്ന് പെടുന്നുണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. അപ്പം അത് മാം വന്ന ജേണി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യത്തിൽ മാം എങ്ങനെ നോക്കിക്കാണും ഏജൻസി ട്രാപ്പിനെ? മോനെ, ഏജൻസി ഒരിക്കലും നമ്മളൊരു ട്രാപ്പായിട്ടല്ല. അതിൻ്റെ അകത്ത് നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. നല്ലതായിട്ട് ഗൈഡ് ചെയ്ത് ഏജൻസികൾ എത്ര ആണെങ്കിലും നഴ്സിങ്ങിന് വരുന്ന എല്ലാം തന്നെ വളരെ ഒരു എല്ലാ രീതിയിലുള്ള അറിവോട് കൂടിയുള്ള പേരൻസ് ആയിരിക്കത്തില്ല. അവർക്കൊരു അതിനെക്കുറിച്ച് വന്നന്വേഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഭാഷയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഒന്നും അത്രയൊരു വൈഡ് ഒരു റേഞ്ച് ഓഫ് ആ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കത്തില്ല അവരുടെ പേരൻ്റ് കൂട്ട്. അവർ ചിലപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നല്ല രീതിയിലും ഡെഫിനറ്റായിട്ടും ഇത് ചെയ്യുന്ന ഏജൻസികൾ, നമ്മളൊരു കോളേജ് നടത്തണമെങ്കിൽ ഡെഫിനറ്റായിട്ട് കൺസൾട്ടൻസി നമുക്ക് വേണം. അതില്ലാണ്ട് നമുക്കൊരു കോളേജ് നടത്താൻ നമുക്ക് പറ്റില്ല. പക്ഷേ കോളേജ് നടത്തുമ്പോൾ എൻ്റെ ഒരു എല്ലാവരോടുമുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, കൺസൾട്ടൻസ് ആയിക്കോട്ടെ ഏതവരായിക്കോട്ടെ, മാക്സിമം നിങ്ങൾ വന്ന് കണ്ട് അവരുടെ കൂടെ, അപ്പം അവരുടെ സാന്നിധ്യത്തിൽ ബാംഗ്ലൂർ വരിക, അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലം, സ്ഥാപനവും അവരുടെ കുട്ടികളും അവരുടെ പേരൻസും കണ്ട് മനസ്സിലാക്കി അവിടെയുള്ള കുട്ടികളോട് ചോദിച്ച്, അവരുടെ അത്രയും വർഷം പഠിച്ച കുട്ടികളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി വന്ന് എടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാ കുട്ടികളോടും പേരൻസിനോടും പറയാനുള്ളത്.